വെൽക്കം ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവും ചില വേർഡ്സ് ഇംഗ്ലീഷിൽ എവിടെയാണ് വെക്കേണ്ടത് എന്നൊക്കെ. അപ്പോൾ കൺഫ്യൂഷൻ നിങ്ങൾക്ക് കുറച്ച് മാറാൻ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകരിക്കും. ഫസ്റ്റ് നമുക്ക് അറ്റ് ആൻഡ് ഇൻ ഇവ തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ അറ്റ് ആൻഡ് ഇൻ. അപ്പോൾ അറ്റ് എവിടെ വെക്കുക? ഒരു എക്സാക്ട് ലൊക്കേഷൻ പറയാൻ നമുക്ക് അറ്റ് വയ്ക്കാം. അവൾ ബസ് സ്റ്റോപ്പിലാണ്. ഷീ ഈസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഷീ ഈസ് അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ഞാൻ നിന്നെ 4 മണിക്ക് കാണും. ഐ വിൽ മീറ്റ് യു അറ്റ് 4 PM. ഐ വിൽ മീറ്റ് യു അറ്റ് 4 PM. ഓക്കെ, അപ്പോൾ അറ്റ് നമ്മൾ എക്സാക്ട് ലൊക്കേഷൻ ആൻഡ് ടൈം പറയാൻ. ഇൻ ഇൻസൈഡ് ഉള്ളിൽ എന്നുള്ളൊരു സെന്റൻസിൽ വെക്കാം. ഇയറിന്റെ കൂടെ നമുക്ക് വെക്കാം. അവൾ റൂമിലാണ്. ഷീ ഈസ് ഇൻ ദ റൂം. ഷീ ഈസ് ഇൻ ദ റൂം. ഞാൻ 1994 ജനിച്ചത്. ഐ വാസ് ബോൺ ഇൻ 1994. ഐ വാസ് ബോൺ ഇൻ 1994. നെക്സ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷനുള്ള ഒരു വാക്കാണ് beside and besides. ഓക്കെ, beside എവിടെ വയ്ക്കാം? beside എന്ന് പറഞ്ഞാൽ അരികിൽ എന്നാണ് അർത്ഥം. എൻ്റെ അരികിലിരിക്കൂ. sit beside me. sit beside me. എൻ്റെ അരികിലിരിക്കൂ. എന്നാൽ besides എന്ന് പറഞ്ഞാലോ കൂടാതെ എന്നുള്ളത് അർത്ഥമാണ്. എനിക്ക് ഹിന്ദി കൂടാതെ മലയാളം ഞാൻ സംസാരിക്കുന്നു. ഹിന്ദി കൂടാതെ മലയാളവും ഞാൻ സംസാരിക്കും. ബിസൈഡ്സ് ഹിന്ദി ഐ സ്പീക്ക് മലയാളം. ബിസൈഡ്സ് ഹിന്ദി ഐ സ്പീക്ക് മലയാളം. ബിസൈഡ് അരികിൽ, ബിസൈഡ്സ് കൂടാതെ. ദെൻ നെക്സ്റ്റ് ബിക്കോസ് ആൻഡ് സോ. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം, ഒരു കാരണം പറയുമ്പോൾ shows a reason. shows a reason അല്ലേ, ഒരു കാരണം കാണിക്കാനാണ് നമ്മൾ ഇത് വെക്കുക. അപ്പോൾ റീസൺ എന്താണ്? gives a reason, ഒരു കാരണം നൽകുന്നു. ഞാൻ ഭയങ്കര ക്ഷീണിതനാ, കാരണം ഞാൻ നന്നായി ഉറങ്ങിയില്ല. I'm tired because I didn't sleep well. I'm tired because I didn't sleep well. കാരണം എന്താ? ഞാൻ നന്നായിട്ട് ഉറങ്ങിയില്ല. gives a reason, ഒരു കാരണം പറയുന്നു അല്ലേ. എന്നാൽ സോ എന്ന് പറഞ്ഞാൽ അതിനാൽ എന്നാണ് അർത്ഥം. ഞാൻ നന്നായി ഉറങ്ങിയില്ല, അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ എനിക്ക് ക്ഷീണമുണ്ട്. I didn't sleep well, so I'm tired. I didn't sleep well, so I'm tired. ഞാൻ നന്നായി ഉറങ്ങിയില്ല, അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമാണ്. അപ്പോൾ ബിക്കോസ് ആൻഡ് സോ പഠിച്ചല്ലോ അല്ലേ. നെക്സ്റ്റ് സ്റ്റിൽ ആൻഡ് അറ്റ്. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും, അതായത് സംതിങ് കണ്ടിന്യൂയിങ്, ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കിൻ്റെ കൂടെ നമുക്ക് സെൻറ്റൻസിൻ്റെ കൂടെ സ്റ്റിൽ വയ്ക്കാം. ഞാൻ ഇപ്പോഴും നിന്നെ വെയിറ്റ് ചെയ്യാണ്. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ്. ഐ എം സ്റ്റിൽ വെയിറ്റിംഗ് എന്ന് പറയാം. at എന്താണ്? at ഇതുവരെ എന്നുള്ളൊരു മീനിങ്. സംതിങ് ഹാസൻ ഹാപ്പൻഡ്, എന്തോ ഒന്ന്, ഒരു കാര്യം സംഭവിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് at യൂസ് ചെയ്യാം. അവൾ ഇതുവരെയും വന്നിട്ടില്ല. she hasn't come at. she hasn't come at. okay, then next on and in. on and in. on നമ്മൾ എന്തിൻ്റെയും മുകളിൽ, സർഫേസ് എന്തിൻ്റെയും മുകളിൽ നമുക്ക് പറയാൻ ഓൺ വയ്ക്കാം. ആ ബുക്ക് ടേബിളിന്റെ മുകളിലാണ്. The book is on the table. The book is on the table. എന്നാൽ ഇൻ എപ്പോഴാണ് വയ്ക്കുന്നത്? ഇൻസൈഡ്, എന്തിൻ്റെയെങ്കിലും ഉള്ളിൽ എന്ന് പറയാം. The book is in the bag. The book is in the bag. ആ ബുക്ക് ബാഗിലാണ്, ബാഗിന്റെ ഉള്ളിലാണ് അല്ലേ.
ഉള്ളിൽ എന്ന് പറയുന്നത് നമുക്ക് എന്ത് വെക്കാം? ഇൻ വെക്കാം. ഓക്കെ, then practice it. Learn more. So don't forget to subscribe, like and share my channel. Thanks for watching.